എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ആഗസ്റ്റ് മാസത്തെ കലണ്ടർ ഇപ്പം PSC പുറത്തുവിട്ടിട്ടുണ്ട്, എക്സാം കലണ്ടർ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ LDC പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം ചുവടെ ചേർക്കുന്നു. അതായത് നമ്മുടെ LDC പരീക്ഷയ്ക്ക് എത്ര പേര് കൺഫർമേഷൻ നൽകിയതായിട്ട് ഉള്ള എക്സാം കലണ്ടറിലുണ്ട്. അത് വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി. അതായത് കൊല്ലം, കണ്ണൂർ നമുക്കറിയാം 17-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. അപ്പം കൊല്ലത്ത് 83,256 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊല്ലത്ത് 83,256 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ 66,130 പേര് പരീക്ഷ എഴുതുന്നുണ്ട്, കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ 38,636 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 73,774 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ 36,664 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് ഈ 5 ജില്ലകളിൽ കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആൾക്കാർ. അപ്പോൾ ഇത്രയും പേരാണ് പരീക്ഷ എഴുതുന്നത്. കൺഫർമേഷൻ കൊടുത്താലേ നമുക്കറിയാം പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പേരെ നമ്മൾ ഊഹിച്ചോളൂ. തിരുവനന്തപുരം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴാണ് ആഗസ്റ്റ് മാസത്തെ എക്സാം കലണ്ടർ PSC പുറത്തുവിട്ടത്. അത് വെച്ചാണ് നമ്മൾ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം കിട്ടിയത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കൊല്ലത്ത് 83,256 പേരും, അതുപോലെ തന്നെ കണ്ണൂർ 66,130 പേരും. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്തിലെയും കണ്ണൂരിലെ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് 2-ാം തീയതിയാണ്. ആഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത്, ഹാൾ ടിക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ ആഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് എക്സാം. നമുക്കറിയാം ആഗസ്റ്റ് മാസം 17-ാം തീയതി ഉച്ച കഴിഞ്ഞാണ് എക്സാം വരുന്നത്. കൊല്ലത്തിൻ്റെയും കണ്ണൂരിൻ്റെ, കൊല്ലം ജില്ല, കണ്ണൂർ ജില്ല. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ 38,636 പേര് കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാം എഴുതാതിരിക്കുന്നുണ്ട്. തൃശ്ശൂരും അതുപോലെ തന്നെ 73,774 പേരും, കാസർഗോഡ് 36,664 പേരും എക്സാം എഴുതാതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 17-ാം തീയതിയാണ് പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഹാൾ ടിക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ 31-ാം തീയതിയാണ്, നമുക്കറിയാം 31-ാം തീയതിയാണ് പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിൽ എക്സാം നടക്കുന്നത്, LDC എക്സാം നടക്കുന്നത്. കഴിഞ്ഞ വട്ടത്തെ LDC അപേക്ഷിച്ച് അപേക്ഷകരുടെ എണ്ണവും ഒക്കെ പൊതുവേ കുറവായിരുന്നു. അപ്പോൾ കൺഫർമേഷനും പൊതുവേ കുറവായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ നല്ലൊരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചാലേ ഈ ഒരു മികച്ച റാങ്കിലേക്ക് വരാൻ സാധിക്കൂ. അപ്പം നമ്മൾ കറണ്ട് അഫെയർ ക്ലാസ്സസ് എല്ലാം ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട് LDCയുമായിട്ട് ബന്ധപ്പെട്ട്. അതൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക. കറണ്ട് അഫെയർ ടോപ്പിക്സിൻ്റെ ക്ലാസ് എല്ലാം നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് എടുക്കുന്നത്. മാക്സിമം നമ്മുടെ കറണ്ട് അഫെയർ സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ കണ്ടാൽ തന്നെ നിങ്ങൾ മാക്സിമം കണ്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളൊരു 20-ൽ 17-18 മാർക്കെങ്കിലും നമ്മളുടെ പ്ലേലിസ്റ്റിൽ നിന്ന് ചോദിക്കും. അതുപോലെയുള്ള ക്ലാസ്സസാണ് ഇടുന്നത്, ടോപ്പിക് വൈസ് ആയിട്ടാണ് ഇടുന്നത്. കംപ്ലീറ്റ് വിവരങ്ങളും അരിച്ചു പറക്കിയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 20 മാർക്കാണ് കറണ്ട് അഫെയർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ്സസ് ഇടുന്നുണ്ട്. സുപ്രധാന നിയമങ്ങളുടെ നമ്മൾ 2 ക്ലാസ്സസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതുപോലെ തന്നെ വിവരാവകാശ നിയമവും. ബാക്കിയുള്ള ക്ലാസ്സസ് ഉടനെ തന്നെ ഇടുന്നതാണ്. അതുപോലെ തന്നെ കേരള ഭരണവും ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 2 ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഗവേൺസും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർവീസിനെ പറ്റി ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പം കേരള ഗവേൺസ് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അത് മൊത്തം നമ്മൾ കംപ്ലീറ്റ് സിലബസ് ക്ലാസ്സസ് ഇടുന്നതാണ്. അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളും 5 മാർക്കാണ്, അതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മൾ ഇടുന്നതാണ്. അതുപോലെ തന്നെ കറണ്ട് അഫെയർ ഞാൻ ഉറപ്പ് വരുന്നു, അതിൻ്റെ കറണ്ട് അഫെയർ എല്ലാ ക്ലാസ്സും നമ്മൾ ഇടുന്നതാണ്. അതുപോലെ നമ്മൾക്ക് ഇംഗ്ലീഷൂടെ നമ്മൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ക്ലാസ്സസ് നിങ്ങൾക്ക് മുമ്പിൽ പരീക്ഷയ്ക്ക് മുമ്പേ മാക്സിമം ഒരു റിവിഷൻ പോലെ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം മാക്സിമം എല്ലാവരും എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇനി തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ ഇനി 1 മാസത്തോടെ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നമ്മളെല്ലാവരും ഇപ്പോൾ ഏതൊരു ജില്ലയിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിലും, നമ്മളിപ്പോൾ കോട്ടയമാണ് ഏറ്റവും അവസാനം, ആ കോട്ടയം ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ഒരാളാണെങ്കിലും തിരുവനന്തപുരം ജില്ലയെ ഫസ്റ്റ് ടൈം വരത്തില്ലേ, ആദ്യഘട്ടം പരീക്ഷയാണ് എന്ന രീതിയിൽ പഠിച്ചു തുടങ്ങും. എന്നിരുന്നാലും നമുക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ പറ്റും, മികച്ച റാങ്കിലൊക്കെ എത്താൻ സാധിക്കും. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പം ഒന്നുമില്ല, ഇത്രയും ഉള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരാമേ. അതിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ പോൾസും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. മാക്സിമം പോൾസും അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നിങ്ങൾക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റൂടെ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
എന്താണ് അതുപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നവർക്ക് പെട്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെക്കുക. താങ്ക് യു ഓൾ.